ആരോടും ഒന്നും പറയാനാകാതെ മനസ്സിനേറ്റ വലിയ മുറിവുമായി ഓരോ ദിവസവും മണിക്കൂറുകളും തള്ളി നീക്കുകയാണ് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ നസ്രിയെ ഇന്ന്. വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ഭർത്താവ് ഫഹദിന്റെയും ഉപ്പ ഫസിലിന്റെയും ഉമ്മയ്ക്കുമൊപ്പമായിരുന്നു നസ്രിയ കഴിഞ്ഞിരുന്നത്. ഒന്നിച്ചു കഴിയുന്ന സമയത്ത് മാതാപിതാക്കളുമായി ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന പ്രകൃതക്കാരനായിരുന്നു ഫഹദ്. അങ്ങനെ ഒരു സ്വഭാവക്കാരനായ അദ്ദേഹത്തിന്റെ സ്വഭാവം പാടെ മാറ്റിമറിച്ചത് നസ്രിയ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം തന്നെയാണ്. നസ്രിയയ്ക്കൊപ്പം വീട്ടിലെ പല കാര്യങ്ങളിലും ഇടപെട്ടു തുടങ്ങിയതും സഹോദരങ്ങളോടും ബന്ധുക്കളോടും ഒക്കെ സംസാരിച്ചു തുടങ്ങിയതുമെല്ലാം അതിനുശേഷമാണെന്ന് ഫഹദ് ഫാസിൽ. മകനിൽ അത്രമാത്രം വലിയൊരു മാറ്റം ഉണ്ടാക്കിയതിനാൽ തന്നെ പിതാവ് ഫാസിലിനും വലിയ സ്നേഹമായിരുന്നു നസ്രിയയോട്. എന്നാൽ കുറച്ചു കാലം മുമ്പാണ് കൊച്ചിയിൽ ഒരു ആഡംബര ഫ്ളാറ്റ് നസ്രിയയും ഫഹദും സ്വന്തമാക്കിയത്. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു വാങ്ങിയ ആ ഫ്ളാറ്റിന് പിന്നാലെ ഇരുവരും നിരവധി വാഹനങ്ങളും സ്വന്തമാക്കി. ശേഷം അവിടെയാണ് ഇരുവരും താമസിച്ചിരുന്നത്. പിന്നാലെ സിനിമകളുടെയും മറ്റു തിരക്കുകളുടെയും ഒക്കെ കാര്യങ്ങളായിട്ട് ഇരുവരും വിവിധ ഇടങ്ങളിലേക്ക് താമസം മാറുകയും ചെയ്തിരുന്നു താൽക്കാലികമായിട്ട്. എന്നാൽ കുടുംബത്തിലെയും മറ്റു വിശേഷങ്ങളൊക്കെ തന്നെയും വന്നു ചേരുമ്പോൾ ഫഹദും നസ്രിയയും അവിടെയൊക്കെ തന്നെയും ഒരുമിച്ച് എത്താറുമുണ്ടായിരുന്നു. അങ്ങനെ ഇരുവരുടെയും കുടുംബത്തിൽ വളരെ ആഘോഷമായി തീർന്ന ഒരു വിവാഹമായിരുന്നു നസ്രിയയുടെ സഹോദരനായ നടന്റെ വിവാഹം. ഈ വിവാഹം സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു. ഡിസംബർ മാസത്തിലായിരുന്നു നസ്രിയയുടെ അനുജന്റെ വിവാഹം നടന്നത്. നിക്കാഹായിരുന്നു അന്ന് നടന്നത്. വിവാഹത്തിനൊക്കെ തന്നെ ഈ വിവാഹവേദി കളറാക്കി മാറ്റിയ നസ്രിയ മലയാളികൾക്കെന്നും പ്രിയപ്പെട്ടവൾ തന്നെയാണ്. ഈ അടുത്തായിട്ടായിരുന്നു നസ്രിയ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച സിനിമയും പുറത്തിറങ്ങിയത്. ബേസിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുകയും നസ്രിയ നായികയായി എത്തുകയും ചെയ്ത സൂക്ഷ്മദർശിനി എന്ന സിനിമയിലെ നായികയുടെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള അവാർഡ് വരെ സ്വന്തമാക്കാൻ നസ്രിയയ്ക്ക് സാധിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴിതാ ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ തന്നെയാണ് നസ്രിയ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെക്കുന്നത്. താൻ വളരെയധികം മോശപ്പെട്ട ഒരു സാഹചര്യത്തിലൂടെ വളരെ തകർന്ന ഒരു മോശപ്പെട്ട മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് നസ്രിയ 2 ദിവസം മുൻപ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച കുറിപ്പിൽ നിന്നും വ്യക്തമാക്കുന്നത്. നസ്രിയയുടെ കുറിപ്പ് കേട്ട് ആരാധകർക്കും വലിയ ദുഃഖമായി എന്ന് പറഞ്ഞേ മതിയാകും. കുടുംബത്തോടൊപ്പം പോലും സമയം ചിലവഴിക്കാൻ ഇപ്പോൾ നസ്രിയയ്ക്ക് താല്പര്യമില്ല. അങ്ങനെ ഒരു മോശം സാഹചര്യത്തിലൂടെയാണ് നസ്രിയ കടന്നു പോകുന്നത്. പൊതുവെ ഫോൺ ഉപയോഗം ഫഹദിന് വളരെ കുറവായതുകൊണ്ട് തന്നെ നസ്രിയയാണ് ഇരുവരുടെയും വീട്ടുകാരെയും വിളിച്ച് വിശേഷങ്ങളും മറ്റും പങ്കുവച്ചിരുന്നത്. എന്നാൽ നസ്രിയയിലും മാറ്റങ്ങൾ വന്ന് കണ്ടതിനപ്പുറം വീട്ടുകാരും വലിയ ആശങ്കയിലായിരുന്നു. തുടർന്ന് ഇരുവരുടെയും സുഹൃത്തുക്കൾ വഴിയും മറ്റും ബന്ധപ്പെടാൻ നോക്കിയെങ്കിലും സുഹൃത്തുക്കൾക്ക് ഇത് സംബന്ധിച്ച് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. നസ്രിയയെക്കുറിച്ചുള്ള ഒരു വിവരവും ലഭിക്കാതായതോടെ സുഹൃത്തുക്കൾ എല്ലാവരും ഇതേക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ആരാധകരെല്ലാവരും തിരക്കിയെത്തിയത് നസ്രിയയെയും ഫഹദിനെയും കുറിച്ചായിരുന്നു. എന്നാൽ ഇതിലൊന്നും തന്നെ ഒരു മറുപടിയും ലഭിച്ചിരുന്നില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്.